ഈ സ്ഥലത്തിന്റെ പേരെന്നാന്ന് എനിക്കറിയാവോ? അയ്യോ ഭാഗ്യം. അനിയുടെ ലുലു. അനിയുടെ ലുലുവില് പണിയാനി. എംടിയോ? കൊക്കൂൺ പകല്. ഇതാണ് അനിയുടെ ലുലു. അനിയുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. മീൻകട, അനിയുടെ ലുലു. കൊട്ടാരം. അതെ. അല്ല, അനി പൊരുങ്ങുന്നത്തുനിന്ന് ഗ്രോസറി സാധനവും കാഞ്ഞിരപ്പള്ളിന്ന് മീനും. കാഞ്ഞിരപ്പള്ളിന്ന് മീനിന്റെ മസാല കോട്ടയത്തുനിന്ന്. പിന്നെ നമ്മുടെ താഴത്തെ കോഴിക്കട. ആസ്പത്രി കാഞ്ഞിരപ്പള്ളി. അതെ, മറ്റുള്ളവർക്ക് ഇത് ജനറൽ ആശുപത്രി, നമുക്കിത് കുന്നേൽ ആശുപത്രി. കുന്നേൽ മൂടി കിടക്കുന്ന ഒരു പ്രദേശം. വണ്ടിക്കാരെ ചവിട്ടണ്ട അമ്മച്ചി ലോട്ടറി. ഈ വീട് കണ്ടോ? നാളെ അത് ചെരിഞ്ഞ ബിൽഡിങ്. നമ്മുടെ കുഞ്ഞാന്റെ ഹൗസ് ഓപ്പൺ ആണോടാ? മുറ്റത്ത് വണ്ടി ഇറങ്ങുവാണോ? വണ്ടി ഇവിടാണ് ഞങ്ങളുടെ കുഞ്ഞാനിയുടെ വീട്. കുഞ്ഞാനി നമ്മുടെ സ്വന്തം കാഞ്ഞിരപ്പള്ളി AK ജെയിംസ് സ്കൂൾ. ഈ വീഡിയോ കണ്ടപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? അത് തന്നെ, കാഞ്ഞിരപ്പള്ളിക്ക്. നമ്മൾ നേരെ പോയത് കാഞ്ഞിരപ്പള്ളി കുരിശിങ്കലോട്ടാണ് കേട്ടോ. കുരിശിങ്കൽ കവല. നമ്മുടെ നമ്പർ 20 മദ്രാസ് മെയിലിൽ മോഹൻലാലിൻ്റെ പേരല്ലേ, ടോണി കുരിശിങ്കൽ. ആ കുരിശിങ്കലാണോ ഈ കുരിശിങ്കൽ? അറിയില്ല. നമ്മൾ കുരിശിങ്കൽ പോയത് നമുക്ക് തുണി തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നേ. എനിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് തുണിയല്ല കുറച്ച് സാധനങ്ങളൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നേരെ പോയത് നമ്മുടെ സെൻറ് ഡൊമിനിക് സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ബീന ചേച്ചിയുടെ അടുത്താണ്. ബീന ചേച്ചിയുടെ ടൈലറിങ് ഷോപ്പിൻ്റെ പേരാണ് ഐശ്വര്യ ടൈലറിങ്. കാഞ്ഞിരപ്പള്ളി ഉള്ളവർക്കൊക്കെ അറിയാം. നന്നായിട്ട് സാരി ബ്ലൗസ് തയ്ക്കും കേട്ടോ ബീനേച്ചി. ഞാൻ അവിടെയാണ്, ബീനേച്ചിയുടെ അടുത്താണ് ഇപ്പോൾ സ്ഥിരം കൊടുക്കുന്നത്. സാരി ബ്ലൗസും ചുരിദാറും സംഭവങ്ങളൊക്കെ അവിടെയാണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ സ്വസ്ഥമായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്യാം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ഇല്ലാതെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം. അങ്ങനെ അവിടെ ബീനേച്ചിയുടെ അടുത്ത് തുണിയെല്ലാം കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പിന്നെയും ഇറങ്ങി സവാരി ഗിരിഗിരിക്ക്. ഞങ്ങൾ ഓർത്തു ചുമ്മാ ഞങ്ങൾ പിള്ളേർ സെറ്റ്, ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ പിള്ളേർ സെറ്റ്, നിങ്ങൾക്ക് ചിലപ്പോൾ മുതുക്കൻ സെറ്റ് ആയിരിക്കും. ഞങ്ങളെല്ലാവരും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴത്തേനും ജേഡു പൊന്നുവിൻ്റെ പൊന്നിയുടെ മടിയിൽ കിടന്ന് ഉറക്കമൊക്കെ വരുന്നെന്നും പറഞ്ഞിട്ട് ജേഡു രാവിലെ എഴുന്നേറ്റ്. അതുകൊണ്ട് ചെറിയ ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. ഇവിടെ കാഞ്ഞിരപ്പള്ളി വല്ല കല്യാണം ഉണ്ടാക്കി കയറി ചോറിനിട്ട് പോയാലും പൊടിമറ്റമ്പള്ളി ചിലപ്പോൾ കല്യാണമൊക്കെ കാണും. അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ടറെങ്കിലും കഴിച്ചിട്ട് പോയാലോ. ഇവിടെയൊക്കെ ഭയങ്കര ഇതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലെങ്കിലേ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുമായിരിക്കും അല്ലേ, വിളിക്കാത്ത കല്യാണത്തിന് പോയി കൊണ്ട് ഞങ്ങൾക്ക് നല്ല പരിചയമാണെന്ന്. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ അത്തരക്കാരി നെഹിയേ. പക്ഷേ ഉച്ച സമയം ആയതുകൊണ്ടും അവിടെ ഏതോ കല്യാണം നടക്കുന്നുള്ളത് കൊണ്ടും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി എല്ലാ കല്യാണത്തിനും പോയി വിളിക്കാതിരുന്നൊരു സ്വഭാവക്കാരിയാണ് ഞാൻ എന്നൊന്നും പറഞ്ഞു കളഞ്ഞേക്കരുത്, ഞാനത് സഹിക്കില്ല. അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇത് ഏത് ടൗണാന്ന് പറഞ്ഞ് നമ്മുടെ മുണ്ടക്കയം ടൗണിൽ ചെന്നു. മുണ്ടക്കയം സെറ ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളെപ്പോൾ നാട്ടിൽ ചെന്നാലും എപ്പോഴും പോകുന്നൊരു റൂട്ട് തന്നെ ആയിരിക്കും, മിക്ക ദിവസങ്ങളിലും പോകുന്ന റൂട്ടായിരിക്കും കേട്ടോ ഈ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം KK റോഡ്. കാരണം നമ്മളുടെ ഫേവറേറ്റ് റൂട്ടാണല്ലോ. അടുത്ത സെറയും പോകുന്നു, ഒരു സെറ പോകുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് മുണ്ടക്കയം പാലവേ. ഈ പാലത്തിനപ്പുറം കോട്ടയം ജില്ല, ആ പാലത്തിന് ഇപ്പുറം ഇടുക്കി ജില്ല സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. കറക്റ്റ് അല്ലെങ്കിൽ തിരുത്തിയേക്കണം കേട്ടോ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇതാണ് ബോയ്സ് എസ്റ്റേറ്റ്. ഇവിടെ ബോയ്സ് ഒന്നുമില്ല, പക്ഷേ ഈ എസ്റ്റേറ്റിൻ്റെ പേരാണ് ബോയ്സ് എസ്റ്റേറ്റ്. മുണ്ടക്കയംകാർ അല്ലെ കാഞ്ഞിരപ്പള്ളിക്കാർക്ക് അല്ലാത്തവർക്ക് അറിയാൻ വഴിയില്ലാത്തൊരു എസ്റ്റേറ്റ് ആയിരിക്കും ഇത്. ഭയങ്കരമായൊരു റബ്ബർ എസ്റ്റേറ്റാണ്. പക്ഷെ ഇപ്പോൾ കുറേ ഭാഗമൊക്കെ വെട്ടി കൈതച്ചക്ക നട്ടേക്കുവാണ്. മുഴുവൻ കൈതച്ചക്കയാണ് മുഴുവൻ. എന്നെ ഭംഗിയാണ് പക്ഷേ അല്ലേ, എന്ത് രസമാണെന്ന് നോക്കി. അതും പ്രത്യേകിച്ച് മഴയൊക്കെ ഇങ്ങനെ പെയ്ത് കിടക്കുന്ന ക്ലൈമറ്റാണ്. എൻ്റെ പൊന്നോ, ശരിക്കും പറഞ്ഞൊരു ഡ്യുവറ്റ് പാടി നടക്കാൻ തോന്നും. അത്രയും പെർഫെക്റ്റ് ക്ലൈമറ്റ്. കാണാനാണല്ലോ എന്നെ ഭംഗിയല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണെന്ന് തോന്നി ഇന്നാൾ കാട്ടാനൊക്കെ ഇറങ്ങി, എനിക്കറിയില്ല. പക്ഷേ ഈ ബോയ്സ് എസ്റ്റേറ്റിൽ എന്നാളും കണ്ട് ബോയ്സ് എസ്റ്റേറ്റിൻ്റെ അടുത്തും കണ്ടൊക്കെ ഇറങ്ങിയെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഇവിടെ കാട്ടാന ശല്യമൊന്നും ഇല്ല കേട്ടോ.
കാട്ടാന പോയിട്ട് ഒരു കുഴിയാനെ പോലും ഞങ്ങൾ ആ ഏരിയയിലൊന്നും കണ്ടില്ല. പക്ഷേ എന്തോ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു, ജസ്റ്റ് ഈ വണ്ടി നിർത്തി നമുക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. പക്ഷേ ജസ്റ്റ് സമ്മതിച്ചില്ല. അതെന്താവാ, ഇനി വല്ല ആനയോ പരുന്തോ വല്ല കാട്ടുപോത്തോ വല്ലതും വരുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ കൈതച്ചക്ക തോട്ടമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് റബ്ബർ തോട്ടം. ആ സെയിം ബോയ്സ് എസ്റ്റേറ്റ് തന്നെ കേട്ടോ. കുറേ ഭാഗം എനിക്കൊന്ന് കൈതച്ചക്കയ്ക്ക് പാട്ടത്തിന് കൊടുത്താന്ന് തോന്നുന്നു. ഇത് മുഴുവൻ എൻ്റെ പൊന്നു എന്നാ വലിയ എന്താ പറയുക എസ്റ്റേറ്റാണെന്നറിയോ. എസ്റ്റേറ്റുകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ മുണ്ടക്കയം സൈഡ് ആ ഭാഗത്തോട്ട് വന്നാൽ മതി. എസ്റ്റേറ്റാണ്. അങ്ങനെ എസ്റ്റേറ്റ് എല്ലാം കണ്ട് കുറേ റബ്ബർ തോട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ റബ്ബർ വെട്ടിയിട്ടേക്കുന്ന ഭാഗം കണ്ടു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇനി കൈതച്ചക്ക നടാനോ വല്ലതും ആയിരിക്കണം. റബ്ബറെല്ലാം കുറേ വെട്ടിയിട്ട് വിജിലംബിച്ച് കിടക്കുന്ന ഒരു സ്ഥലം, നല്ല വിജിലംബിച്ച് തരും. പക്ഷേ എന്താണെന്നറിയത്തില്ല, നല്ല വല്ല സിനിമയ്ക്കൊക്കെ വേണേൽ ഷൂട്ടിന് കൊള്ളാം അല്ലേ, അത്രയ്ക്കും ഭംഗി. എന്നിലെ ഛായാഗ്രഹകൻ എന്തെങ്കിലും ആട്ടെ ഉണർന്നു ഇവിടെയൊക്കെ കണ്ടപ്പം. അവൻ്റെ ഇടയ്ക്കൂടെ ഒരു കുഞ്ഞി തോടൊക്കെ ഒഴുകുന്നുണ്ട്, നല്ല അരുവിയൊക്കെ. അവിടെ ആരണ്ടൊക്കെ കുളിക്കുന്നുണ്ട്. അതുകൊണ്ടോ പശുക്കളെയൊക്കെ അങ്ങനെ അഴിച്ചു വിട്ടേക്കുക. പശുവൊക്കെ തിന്ന് മതിച്ച് കഴിയുമ്പോൾ വീട്ടിൽ കയറി ചെല്ലായിരിക്കും. അങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ എവിടെ പോകാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ബോയ്സ് എസ്റ്റേറ്റിനകത്തൂടെ പോകുന്നതിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നല്ല റൂട്ടാണ്. ഈ റൂട്ടിൽ കൂടെ നേരെ നമ്മളുടെ ഉദ്ദേശം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇളങ്കാടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇളങ്കാടൊക്കെ എന്താ പറയുന്നത് കൂടി പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോയപ്പോൾ ബോയ്സ് എസ്റ്റേറ്റിന് അതോടെ പോയപ്പോൾ കണ്ട ഭാഗം ഇതേ. ഈ സൈഡ് ആർക്കെങ്കിലും അറിയാം, അങ്ങോട്ടേക്ക് നല്ല പുൽമേടൊക്കെ ആയിട്ട്. ഇത് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല, ശരിക്കും അവിടെ നിന്ന് കാണുവാണെങ്കിൽ നല്ല പുൽമേടുള്ളൊരു സ്ഥലം. അങ്ങ് ദൂരെ കാണുന്ന സ്ഥലം ഏതാന്നേ, വാഗമൺ വല്ലതും ആണോ? അറിയാവുന്നവർ വേണേ ഒന്ന് കമൻറ്റ് ഇട്ടോയെ, എനിക്ക് മനസ്സിലായില്ല. പിന്നെയും നമ്മൾ യാത്ര തുടർന്നു. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ട, സ്ഥലപ്പേര് എഴുതി വെച്ചേക്കുന്നത്. ആ വെമ്പിളിയുടെ അപ്പുറത്തെ താഴത്തെ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ പൊന്നു, പെട്ടെന്ന് ഞാൻ വേറെ എന്തോ ആണല്ലോ വായിച്ചേന്ന് ഓർത്തുപോയി. ആ ഇല്ലായിരുന്നെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് എന്താവുമായി തീരുമായിരുന്നല്ലേ. വിധിയുടെ ഒരു വിളയാട്ടം എന്ന് പറയുന്ന പോലെ. അങ്ങനെ പോയപ്പോൾ ഈ ആറ് കണ്ടപ്പം എൻ്റെ കസിൻ ആനി എന്നോട് പറഞ്ഞു, ഇതാണ് മണിമലയാറെന്ന്. ഈ ആറിൻ്റെ പേരാണോ മണിമലയാർ? എനിക്കറിയാൻ മേല. നമ്മുടെയൊക്കെ ആ ഭാഗത്തോട്ട് വരുമ്പോൾ മണിമലയാർ എന്ത് വിജലംബിച്ച് എന്ത് ശക്തി ഉഗ്രരൂപം പൂണ്ടതാ. ഇവിടെ കുഞ്ഞ് തോട് പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ ഈ കൂട്ടിക്കൽ സൈഡിലൊക്കെ മണിമലയാർ ഇങ്ങനെ ആയിരിക്കും അല്ലേ. നമ്മൾ അങ്ങനെ കൂട്ടിക്കലെല്ലാം കൂടി ഇവിടെ മുഴുവൻ റബ്ബർ തോട്ടം കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ പാവാട ഉടുത്ത പെണ്ണുങ്ങളെയല്ലേ കണ്ടിട്ടുള്ളൂ, പാവാടയിട്ട്. പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൽ പെൺകുട്ടികൾ മാത്രമല്ല പാവാട ഇടുന്നത്, വേറൊരാളും കൂടി ഇടും. അതാണ് നമ്മുടെ സ്വന്തം റബ്ബർ. നമ്മുടെ നാട്ടിൽ റബ്ബറും പാവാട ഇടും. കേട്ടിട്ടില്ലേ, റബ്ബറിന് പാവാട ഇടാൻ പോയി, റബ്ബറിന് പാവാട ഇട്ടു എന്നൊക്കെ. മഴക്കാലമൊക്കെ ആകുമ്പോഴേ ഈ റബ്ബറിൽ പ്ലാസ്റ്റിക് കുടിപ്പിക്കല്ലേ, അതിന് പറയുന്നതാണ് റബ്ബറിന് പാവാട ഇട്ടു എന്ന്. ഇങ്ങോട്ട് നോക്കി, ഈ സ്ഥലമൊക്കെ കണ്ടാൽ ശരിക്കും സ്വിറ്റ്സർലൻഡ് പോലൊക്കെ തോന്നുന്നില്ലേ? തള്ളിതല്ലെന്നേ, ഈ ക്യാമറയ്ക്കകത്തോടെ നോക്കിയിട്ട് നേരിട്ടൊന്ന് കാണണം. ശരിക്കും എന്നാ വ്യൂ ആണെന്നറിയോ, എന്നാ ഭംഗിയാന്ന്. അങ്ങനെ കൂട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഏന്തയാർ, എനിക്കൊന്നത് ഏന്തയാർ സൈഡൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും അടിപൊളി വ്യൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ ഏരിയ ഒക്കെ എന്തോ സിനിമയിൽ വരാത്തതെന്ന്. ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ വരുമായിരിക്കും. അതുപോലെ നല്ല സ്ഥലങ്ങളല്ലേ, നല്ല നല്ല എന്താ പറയുന്നത്, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ കണ്ട്. ഇതുണ്ടോ വെള്ളച്ചാട്ടമൊക്കെ നോക്കി, എന്താ ഭംഗി. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷ്യം കൂട്ടിക്കലും ഒന്നുമല്ല, ഇളങ്കാട് കഴിഞ്ഞ് അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചത്. റോഡ് എവിടെ എത്തിയിരുന്നോ അവിടെ വരെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഇളങ്കാടും കഴിഞ്ഞ് ഇളങ്കാട് ടോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോൾ നമ്മൾ പോയ റോഡ് അവിടെ കൊണ്ട് അങ്ങ് തീർന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങളെ നോക്കുന്നുണ്ട്, നിമ്മമാർ എങ്ങോട്ടാണ് കുറ്റിയും പറിച്ചെന്നുള്ള രീതിയിൽ. കാരണം മുന്നോട്ട് റോഡില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലല്ലോ, പക്ഷേ നാട്ടുകാരായ അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഇവിടം കൊണ്ട് ഞങ്ങളുടെ യാത്ര തീർന്നു കേട്ടോ. കാരണം ഇനി ഇവിടുന്ന് മണ്ടലോട്ട് ആ നാട്ടുകാരായ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി അങ്ങോട്ട് ജീപ്പേ പോകുള്ളൂ, നമ്മുടെ വണ്ടിയൊന്നും പോകത്തില്ലെന്ന്. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, നമ്മുടെ ജീപ്പൊന്നും ഇല്ലായിരുന്നു. അതുതന്നെ എനിക്ക് നല്ല പേടിയാണ്. അങ്ങനെ കൊണ്ട് ഞങ്ങൾ റിസ്കി ഷോട്ടൊന്നും എടുക്കാൻ പോയില്ല. അവിടെ നിന്ന് അവിടെ കുറേ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കിയാൽ നല്ല വിജലംബിച്ച വനമൊക്കെ കാണാം, നല്ല ഭംഗിയല്ലേ. പിന്നെ ആ വനത്തിൽ നിന്ന് അങ്ങ് മലമണ്ടയിൽ നിന്ന് നല്ലൊരു പുഴയോ പുഴ ഇതായിരിക്കും ചിലപ്പോൾ മണിമലയാറിൻ്റെ ഉത്ഭവം എന്ന് വേണേൽ പറയാം കേട്ടോ. ഒഴുകി വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു വെള്ളച്ചാട്ടവും വെള്ളം ഒഴുകി വരുന്ന ഒച്ചയൊക്കെ അവിടെ നിന്നാൽ കേൾക്കാവേ. പിന്നെ നമ്മുടെ മുന്നേ നോക്കി അങ്ങ് നേരെ മണ്ടേ ചെങ്കുത്തായ മലയാണ്. അതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് വാഗമണ്ണ് കേട്ടോ. വാഗമണ്ണോ അല്ലെങ്കിൽ വേറെ ഏതൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയത്തില്ല. ആ നാട്ടുകാരോട് ചോദിച്ചറിയാം. പക്ഷേ അവിടെ ചോദിക്കാനൊരു നാട്ടുകാർ പോലും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം, ഒരു അരുവി ഒഴുകി വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പോയ റോഡ് നല്ല അടിപൊളി റോഡാണ്. ഇതുണ്ടോ ആ സ്ഥലമൊക്കെ ഏതാന്നേ, ആരോട് ചോദിക്കാൻ പറ്റും, ഒന്നും അറിയത്തില്ല. അങ്ങ് മലയാണ്, നേരെ നമ്മുടെ തലയുടെ മണ്ട നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇവിടെ ഒരു നല്ല റോഡ് ഉണ്ടായിരുന്നു കേട്ടോ. ആ റോഡ് ഒരു പ്രാവശ്യത്തെ ലാസ്റ്റ് പ്രാവശ്യത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയെന്നാണ് അവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു അപ്പാപ്പനോട് ചോദിച്ചപ്പോൾ അപ്പാപ്പൻ പറഞ്ഞത്. നല്ലൊരു റോഡായിരുന്നു, അവിടുത്തെ പാലം സഹിതം ഒലിച്ചു പോയെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ഇളങ്കാട്
ടോപ്പിൽ നിന്ന് തിരിച്ചിറങ്ങി ഇനി നമ്മൾ തിരിച്ചു പോകും. ഇതിപ്പോൾ മുണ്ടക്കയൊക്കെ കഴിഞ്ഞു. മുണ്ടക്കയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ വീട് പിടിക്കുക. ഇടയ്ക്ക് മമ്മി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ നേരത്തെ വരണം, രാത്രിയാവാനൊന്നും നിൽക്കരുത്, ഞാനിവിടെ നിങ്ങൾക്ക് നല്ല എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ആഹാ, അത് കേട്ടപ്പോൾ പിന്നെ നമ്മളുടെ മൂടൊക്കെ മാറി. അതിനിടയ്ക്ക് ജേടുക്കൂട്ടൻ അനി അങ്കിളിൻ്റെയും പൊണ്ണി ആൻറ്റിയുടെയും മടിയിൽ കിടന്ന് പിന്നെ അടുത്ത ട്രിപ്പ് ഉറക്കത്തിന് കയറി. ജേഡു മടുത്തു. ഇവിടെ അബുദാബി കൂടെ കറങ്ങുന്ന പോലൊന്നും അല്ലല്ലോ, നാട്ടിൽ ചെന്ന് കറങ്ങുമ്പം ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടാവും. സാരമില്ലല്ലേ, ഇച്ചിരി ക്ഷീണിക്കട്ടെന്ന് വിചാരിച്ചു. ജേഡു പൊന്നിനെ വിളിക്കുന്നതാണ് പൊണ്ണി ആൻറ്റി, ജേഡുവിൻ്റെ സ്വന്തം പൊണ്ണി ആൻറ്റി. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മളുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള സ്വന്തം കൊട്ടാരത്തിൽ കയറി. നമ്മുടെ AKGM സ്കൂളിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് കൊട്ടാരം ബേക്കറി പുതുതായിട്ട് തുടങ്ങിയിട്ടില്ലേ, അവിടെ കയറി കേട്ടോ. അവിടെ കയറാനുള്ള കാരണം നമ്മുടെ വണ്ടി വരുന്ന സമയമായിരുന്നു. നമ്മുടെ മുമ്പിൽ കൂടെ നമ്മുടെ ഹോളി മരിയ ജേഡൻസ് ആ സമയത്ത് പാസ് ചെയ്ത് പോയി. അത് കാണാൻ വേണ്ടി അവിടെ ഒന്ന് കയറുക കേട്ടോ. ഒരു കോഫിയും പിന്നെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കോഫിയെല്ലാം കുടിച്ച് വണ്ടിയും കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു. പിന്നെ ഒരൊറ്റ അറ്റാക്കായിരുന്നു മമ്മിയുടെ എല്ലും കാപ്പി. അത് വയറ് നിറച്ച് തട്ടിക്കയറ്റിയപ്പം എന്താ ഒരു സുഖമെന്നറിയോ. അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ യാത്ര, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ശരി, എന്നാൽ ഇനി ചോദ്യം പറച്ചിലൊന്നുമില്ല, കഴിച്ചേച്ചും വരാം.